ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാളായിട്ട് ഞാൻ ഫേസ് ചെയ്യുന്ന കുറേ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ്. അപ്പം യൂട്യൂബിൽ അങ്ങനെ എനിക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. കാരണം ഞാൻ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടാറുണ്ട്. അല്ലാണ്ട് എന്നെ നേരിട്ട് കാണുമ്പോഴും അല്ലാതെ വാട്സപ്പിലൊക്കെ ആയിട്ട് എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പേഴ്സണൽ, അതായത് എന്താ പറയുക, എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, റിലേറ്റീവ്സ്, അങ്ങനെ പിന്നെ കുറേ പേര് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവർക്ക് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു വീഡിയോ ഇടാം, അതേ എന്നാലേ ശരിയാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. അപ്പം എനിക്ക് എന്താ പറയുക, ആദ്യത്തെ ക്വസ്റ്റ്യനാണ് ഡിവോഴ്സ് ആയോ എന്നുള്ളത്. അതിനുള്ള മറുപടി ഞാൻ ലാസ്റ്റ് തരാം. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് ഹസ്ബൻഡിനെ എന്താ വീഡിയോയിൽ കൊണ്ടുവരാത്തതെന്ന്. അപ്പം അതിൻ്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹസ്ബൻഡിന്റെ വീഡിയോയിൽ ഹസ്ബൻഡ് ഇപ്പം ഇവിടെ ഇല്ല, ആൾ അബ്രോഡാണ്, ദുബായിലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ വീഡിയോയിൽ വരാത്തത്. ആളുണ്ടായിരുന്നപ്പോൾ എന്തുകൊണ്ടാണ് വീഡിയോയിൽ വരാത്തതെന്ന് വെച്ചാൽ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ആളൊരു ഇൻട്രോവേർട്ടാണ്. ഇങ്ങനെ ഫോണിന്റെ മുമ്പിൽ ഇരുന്ന് എന്താ പറയാ, വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കാനല്ലാതെ ഇങ്ങനെ വീഡിയോ എടുക്കാനൊന്നും ആൾ നിന്ന് തരാറില്ല. പിന്നെ വളരെ റാൻഡമായിട്ട് എവിടെയെങ്കിലും ഞങ്ങൾ ഒന്നിച്ച് പോകുമ്പം ആളറിയാതെ ഞാൻ വീഡിയോ എടുത്താലായി അറിഞ്ഞാൽ തന്നെ ആൾ ഇച്ചിരി ഷൈ ആണ് വീഡിയോയ്ക്കൊക്കെ നിന്ന് തരാനൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ആളുണ്ടായിരുന്നപ്പോഴും ആളെ വീഡിയോയിൽ കൊണ്ടുവരാത്തത്. എന്നിട്ടും മാക്സിമം ഞങ്ങൾ ഒരുമിച്ച് പോകുന്ന വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ്, ഇതൊരാൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചതാട്ടോ, എനിക്ക് പേഴ്സണലി വന്ന് മെസ്സേജ് അയച്ചതാണ്, എന്ത് പറ്റി, എന്താണ് പ്രശ്നം. അതിനൊന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ സംശയം തോന്നും, ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നില്ല, എന്തുകൊണ്ടാണ് സിന്ദൂരം തൊടാത്തെ, പിന്നെ താലി എന്തുകൊണ്ടാണ് ഇടാത്തത്, ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സിന്ദൂരം തൊടുന്ന ഒരാളായിരുന്നു. പിന്നെ കോളേജിൽ പോയതിന് ശേഷമല്ല ഞാൻ സിന്ദൂരം തൊടാത്തത്, അതിന് മുമ്പ് തൊട്ട് ഞാൻ സിന്ദൂരം തൊടുന്നത് നിർത്തിയായിരുന്നു. പിന്നെ അമ്പലത്തിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പോൾ സിന്ദൂരം തൊടും. എന്തുകൊണ്ടാണ് തൊടാത്തതെന്ന് വെച്ചാൽ എനിക്ക് സിന്ദൂരം പിടിക്കുന്നില്ല, അതായത് ആ പൊടി പിടിക്കത്തില്ല. പിന്നെ ഞാൻ തൊടാറുള്ളത് ലിക്വിഡാണ്. ആ പൊടി തൊടുമ്പോൾ ഇവിടെ ഇങ്ങനെ വെളുത്ത് വെളുത്ത് വരാൻ തുടങ്ങി, അതുകൊണ്ടാണ് സിന്ദൂരം തൊടാത്തത്. പിന്നെ താലി ഇടാത്ത എന്താന്ന് വെച്ചാൽ ഈ മാലയിൽ, ഇത് ചെറിയ മാല, ഇതിനകത്തായിരുന്നു ഞാൻ താലി ഇട്ടോണ്ടിരുന്നത്. പക്ഷെ ഇതിന്റെ ലോക്കറ്റ് എന്ന് പറഞ്ഞാൽ, അല്ല ലോക്കറ്റും പോട്ടെ, ഇതിന്റെ കൊളുത്തെന്ന് പറഞ്ഞാൽ വേറെ ഒരു സൈസ് കൊളുത്ത കാണാമെന്ന് വിചാരിക്കുന്നു. മറ്റേ സാധാരണ മാലയുടെ കൊളുത്തല്ല, വേറൊരു സൈസ് കൊളുത്ത. അപ്പൊ താലി ഇതിനകത്ത് കിടക്കത്തില്ല, കിടന്ന് വട്ടം കറങ്ങും. അപ്പൊ എന്ത് ചെയ്തു, ഞാൻ ഇത് ഊരിയിട്ട് വേറൊരു മാലയുണ്ട്, താലി ഒരു ഇച്ചിരി വലിയ മാലയുണ്ട്, അപ്പൊ അതിനകത്തോട്ട് താലി മാറ്റി. പിന്നെ ഞാൻ സിന്ദൂരം തൊടുന്നതോ തൊടാതിരിക്കുന്നതോ എൻ്റെ ഹസ്ബൻഡിന് അതൊരു പ്രശ്നമല്ല, എനിക്കും അതൊരു പ്രശ്നമല്ല. അതായത് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ, നമ്മൾ മാതൃകാപരമായുള്ള ദമ്പതികളാവണമെങ്കിൽ ഇതൊക്കെ നിർബന്ധമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. എന്നിരുന്നാൽ തന്നെ ഞങ്ങൾ പെർഫെക്റ്റ് ആണെന്ന് കാണിക്കാൻ, ഞങ്ങൾ മാതൃകാ ദമ്പതികളാണെന്ന് കാണിക്കാൻ ഇതൊക്കെ അനിവാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞങ്ങൾ നല്ലതാണെന്ന് ഞങ്ങൾക്ക് മാത്രം അറിഞ്ഞാൽ മതി. ഇതൊക്കെയാണ് ഒരു കുടുംബജീവിതത്തിന്റെ അടിത്തറയെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ആൾക്കതൊരു പ്രശ്നമുള്ള കാര്യവുമല്ല. ആൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, അന്നും ഇവിടെ ഇങ്ങനെ എനിക്ക് പ്രശ്നമായി തുടങ്ങിയപ്പോൾ എന്തിനാണ് തൊടണ്ടാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്നിട്ട് ഞാൻ കുറച്ചു നാളും കൂടെ കൊണ്ടുപോയി. പിന്നെ ഇതുപോലെ ഭയങ്കരമായിട്ട് കൂടിയപ്പോഴാണ് തൊടണ്ടാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം ഞങ്ങൾക്ക് ഇതൊരു പ്രശ്നമായിട്ട് ഇതുവരെയും തോന്നിയിട്ടില്ല. പിന്നെ ഉള്ള കാര്യമായിരുന്നു, തലയുടെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ ഡിവോഴ്സ് ആണോ? ഡിവോഴ്സ് അല്ല. ഒരാള് താലി ഇടാതെ നടന്നാൽ, അയാള് സിന്ദൂരം തൊടാതെ വന്നാൽ ഞാൻ കുറ്റം പറയില്ല. കാരണം നിങ്ങൾക്ക് നോർമലി തോന്നുമായിരിക്കും, ചിലർക്ക് തോന്നുമായിരിക്കും എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അപ്പം അങ്ങനെ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടത്. ഡിവോഴ്സ് ആയോ, മാത്രമല്ല ഹസ്ബൻഡിനെ ഇപ്പൊ കാണുന്നില്ല. ഹസ്ബൻഡ് ദുബായി പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഏതാണ്ട് ഒരു ഷോട്ടം കണ്ട് ഇട്ടിട്ടുള്ളൂ. അപ്പം അത് കാണാത്തവരായിരിക്കും ഇങ്ങനെ വന്ന് നമ്മുടെ അടുത്ത് ഇൻബോക്സിൽ ചോദിക്കുന്നത്, എന്ത് പറ്റി, സിന്ദൂരം ഇടുന്നില്ല, താലി ഇടുന്നില്ല, ഹസ്ബൻഡിനെയും കാണുന്നില്ല, ഡിവോഴ്സ് ആയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. ഞാൻ ഡിവോഴ്സ്ഡ് ആയിട്ടില്ല. ഹസ്ബൻഡ് ദുബായി പോയതിന്റെ ഏതാണ്ട് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുള്ളൂ. അപ്പം അത് കാണാത്തവരായിരിക്കും മേ ബി വന്നിങ്ങനെ ചോദിക്കുന്നത്. മാത്രമല്ല ആള് പോയത് അങ്ങനെ എല്ലാവരും അറിഞ്ഞിട്ടൊന്നുമില്ല. ആള് പോയിട്ട് ഒരു 6 months ആയിട്ടുള്ളൂ. അപ്പം ഹസ്ബൻഡ് ഇപ്പൊ വീഡിയോയിൽ കാണുന്നില്ല, സിന്ദൂരം തൊടുന്നില്ല, താലിയൊന്നും കാണുന്നില്ല, ഡിവോഴ്സ് ആയോ എന്നുള്ളത് ചിലപ്പോൾ തോന്നുന്ന ഒരു ചോദ്യമായിരിക്കും. ഞാൻ ഡിവോഴ്സ് ആയിട്ടില്ല. ആള് ദുബായിലുണ്ട്, ഞാൻ ഇവിടെ ഉണ്ട്, കുഴപ്പമില്ലാതെ കാര്യങ്ങൾ പോകുന്നുണ്ട്. പിന്നെ ഇത്രയൊക്കെ എനിക്കൊരു വീഡിയോ ആയിട്ട് പറയണമെന്നുണ്ട്. കാരണം ഒരാളെ ചോദിച്ചു, 2 പേര് ചോദിച്ചു, 3 പേര് ചോദിച്ചു, അപ്പം എനിക്ക് മനസ്സിലായി ഇത് എല്ലാവരുടെയും മനസ്സിലൊരു ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്.
അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.